ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? നമ്മൾ കുറേ ദിവസമായിട്ടിപ്പോൾ ഒരു വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ വേറെ നല്ല വീഡിയോസ് ഇടാത്ത കാരണം കുറച്ച് പിന്നെ കണ്ടൻറ്റൊന്നും ശരിക്കുള്ളൊരു ഇതൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കുറച്ച് വീഡിയോസുകളൊക്കെ വന്നിട്ടോ, ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഒന്ന് ഇടാന്നല്ലാണ്ട് കുറച്ച് നിർത്തി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഇങ്ങനെ യൂട്യൂബ് ഉണ്ട് തുറന്നാൽ നമ്മൾ എന്താ കാണുന്നത്, ഒരു പെൺകുട്ടിനെ പറ്റിയിട്ട് ഭയങ്കര അപരാധം പറഞ്ഞാൽ ഇതൊന്നും പടച്ചോന് പൊറുക്കാത്ത കാര്യങ്ങളാണ് പൊന്നു മക്കളെ യൂട്യൂബിൽ നടന്നു വരുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു കാര്യം ചിന്തിച്ച് നോക്കണം. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് എന്തിനാണ് വെറുതെ ഇങ്ങനെ ചൊഴിഞ്ഞ് നിൽക്കുന്നത്? ഈ ചൊഴിഞ്ഞു പോണ ആവശ്യം എന്താണ്? നമ്മളൊക്കെ എൻ്റെ കാര്യം ഞാൻ ചെയ്യാം. പിന്നെ മറ്റൊരാളുടെ കാര്യം നമ്മൾ യൂട്യൂബിൽ കയറിയത് എന്തിനാ? മറ്റൊരാളുടെ കുറവും കുറ്റങ്ങളും നോക്കാനാണോ നമുക്കൊരു യൂട്യൂബ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്? അതോ നമ്മളെ സ്വന്തം കണ്ടൻറ്റ് എടുത്തിട്ടാണോ നമ്മൾ ഇടേണ്ടത്? അതൊന്നും നിങ്ങൾ വിലയിരുത്തണം. നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ ഒരുപാട് ആൾക്ക്, ഒരു പെണ്ണിനെ, ഒരു പാവം പിടിച്ചൊരു പെണ്ണ് എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ, അതൊന്നും മനസ്സിലാക്കിക്കൂടെ നിങ്ങൾക്ക്? ഓളെ നാട് പാലക്കാടാണ്, എൻ്റെ നാടും പാലക്കാടാണ്. അവൾ പത്തിരിപ്പാലയാണ്, ഞാൻ പട്ടാമ്പിയാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നത് ബഹ്റൈനിയാണ്. അപ്പോൾ ഒരുപാട് ദിവസമായി ഓളെ ഈ കമൻറ്റ് നമ്മളിങ്ങനെ കണ്ടുടങ്ങിയിട്ട് ഈ ഒരു അവളെത്ത് കുറച്ച് തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഓള് സോഷ്യൽ മീഡിയയിൽ അവളൊക്കെ കുറേ സബ്സ്ക്രൈബർ, 1.5 ലക്ഷത്തോളം സബ്സ്ക്രൈബറുണ്ട് അവൾക്ക്. അപ്പോൾ ഈ സബ്സ്ക്രൈബറൊക്കെ ഒരു അരങ്ങടെ പറ്റിക്കുള്ള കാരണങ്ങളും അവളടുത്ത് ഉണ്ടാവും. കാരണം അവൾക്ക് എല്ലാം തുറന്നടിച്ച് പറഞ്ഞു. പിന്നെ അവളുടെ ജീവിതത്തിൽ എല്ലാതും നടന്നത് നമ്മളെങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റുമോ? അവളതൊന്ന് പറയും. പിന്നെ അവൾ എന്ത് തെറ്റ് ചെയ്താലും അവളെ ഖബറിലേക്കാണ്, മരിച്ചു ചെന്നാൽ അവളെ ഖബറിലേക്ക് അവളെ ശിക്ഷ അള്ളാഹു അവൾക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് എന്തായാലും കൊടുത്തിരിക്കും. ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്കല്ല അനുഭവിക്കുക. അതിൽ അവളെ ദോഷം കൂടി ഈ പറഞ്ഞവർക്കാണ് അതിൻ്റെ ശിക്ഷ കിട്ടുക എന്തായാലും. ഒരു പെണ്ണിനെ പറ്റിയിട്ട് പല അപരാധം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, പലരും പല കാര്യങ്ങളിലും. ഏതൊരു വീഡിയോസ് നമ്മളൊന്ന് നോക്കിയ സാജിദ സാജി ഇങ്ങനെ അങ്ങനെ. അപ്പോൾ എന്താ ആവശ്യമുണ്ട്? ഓളെ ജീവിക്കാൻ അവളെ ജീവിതം മാറി നമ്മളെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വീഡിയോസുകൾ എടുത്തിട്ട് അവൾ ഒരു കണ്ടൻറ്റിൽ അവൾ പറയണില്ലല്ലോ. ഓളെ കുറച്ച് കഷ്ടപ്പാടുകൊണ്ട് അവളെ മാപ്പിള അവളെ ഹസ്ബൻഡ് മരണപ്പെട്ടു, കടങ്ങൾ, അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ അള്ളാഹുവിൻ്റെ വിധി പ്രകാരം അവന് അങ്ങനെ ചെയ്തു. ഈ ആത്മഹത്യ എന്ന് പറഞ്ഞതും ഒരു വിധിയാണല്ലോ. അള്ളാഹിൻ്റെ കഥയല്ലാണ്ട് അതും നടക്കൂലല്ലോ. 4-ാം മാസത്തിൽ അള്ളാഹു അവൻ്റെ തലയിൽ എഴുതിപ്പെട്ടിട്ടുണ്ടാവും എൻ്റെ മരണം ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അത് അവൻ അവിടെ നിർവഹിച്ചു. അതിന് ഒരു പെൺകുട്ടിക്ക് ഇത്രയും ഒരു 10-32 വയസ്സായ ഒരു സാജി ഓൾക്ക് എങ്ങനെ ഇനി ജീവിതകാലം മുഴുവനും ഒരു വിധവയായിട്ട് ഈ 5 മക്കളെയും കഷ്ടപ്പെട്ട് മറ്റുള്ളവരെ പിന്നെ കൈയിൻ്റെ അടിക്ക് നീട്ടാനുള്ള ഒരു ഇട വരുത്താൻ ഓൾ സ്വയം തിരഞ്ഞെടുത്ത യൂട്യൂബ്. ആ യൂട്യൂബിലേക്ക് അവൾക്ക് എല്ലാവരും അവളെ സഹതാപം കൊണ്ട് അവൾക്ക് കുറച്ച് പൈസയൊക്കെ ഓപ്പറേഷൻ ആണെന്നും പറഞ്ഞു പൈസ എല്ലാവരും സഹായിച്ചു. അത് ഈ സഹായിച്ചൊരു നല്ലൊരു മനസ്സ്, അത് അള്ളാഹു അവർക്ക് അതിൻ്റെ ഉള്ളൊരു പ്രതിഫലം കൊടുത്തോളൂ. പിന്നീടുള്ള കാര്യങ്ങളിൽ ഓൾ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല മക്കളെ. ഇതാണ് സത്യം. യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓൾ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഒരാൾ അവളെ വിളിച്ച് ഞാൻ എനിക്ക് ഇത്ര തരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇവൾ മഹർ മേടിക്കലും ഒക്കെ എടുത്ത് വെച്ചു. അങ്ങനെ കല്യാണം ഇതുവരെ അയാളെ അവൾ വാച്ച് ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട്. ഇയാൾ ഇന്ന 5 മക്കളെ നോക്കുമോ, ഇത് മരണം വരക്കും ഞങ്ങളിത് മുന്നോട്ട് എത്തിപ്പോണൊരു ബന്ധമാണെന്നുള്ളത് പല പ്രാവശ്യം അവൾ അന്വേഷിച്ചിട്ടാണ് അവൾ ഈ കാര്യത്തിലേക്ക് ഏർപ്പെടുള്ളൂ. പിന്നെ ഈ ഒരു ഭാവമില്ലാത്തൊരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാലും പിന്നെ ഒറ്റക്ക് വീട്ടിലിരിക്കും പല പ്രശ്നങ്ങളും അവളുടെ ജീവിതത്തിൽ അവൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണത്താലാണ് ഓള് ഈ ഒരു കാര്യം എൻ്റെ കല്യാണം കഴിഞ്ഞു, ഇതാണ് എൻ്റെ മഹർ എന്ന് പറഞ്ഞിട്ട്, അതാണ് ആ പേര് പറയാൻ മടിച്ചത്. അവളത് പൊത്തി പിടിച്ചിട്ടാണ് അവൾ എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കുന്നത്. കാരണം അവളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ യഥാർത്ഥ അവകാശികൾ ആരും ആയിട്ടില്ല. വെറുതെ പിന്നെ വയസ്സ് കുറഞ്ഞവർ അതൊക്കെ ഓളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിന്നെ അതിനും അത് അവളെ തെറ്റ്. അത് അങ്ങനെ നുണ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന് നുണ പറഞ്ഞ് അത് അവൾ ഇപ്പം വന്ന് അവൾ തെറ്റ് പറയുകയും ചെയ്തു. ഇനിയും അവളെ ചാനലെടുത്തിട്ട് വീണ്ടും ഓരോരുത്തരും, ഒരാളല്ല എല്ലാവരും എടുത്തിട്ട്
അങ്ങനെ ആ പാവം പെൺകുട്ടിയുടെ പച്ച ഇറച്ചി തന്നിട്ട് ഇന്നത്തെ കാര്യങ്ങൾക്ക് ഓളെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ഓളെ എങ്ങനെയും ജീവിച്ച അവളെ 5 മക്കളും എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ. അവൾക്കൊരു ഉത്തരവാദിത്തപ്പെട്ടിട്ട് ഒരാളൊരു വാപ്പതിൽ ചോദിക്കാൻ പറയല്ല, അവൾക്ക് ചോദിക്കാറില്ല. പിന്നെ ഒരു അമ്മാമ്മയുണ്ട്. അതിപ്പോൾ ഇതിൽ ഏതാ സമീപം അവളെ പിന്നാലെ നടക്കണേ. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടൊരു പെൺകുട്ടിനെ നിങ്ങൾ പറയില്ല. ഒരിക്കലും നിങ്ങൾ ഒരു കുറ്റം പറയില്ല ഒരാൾ ചോദിക്കാണ്ടെങ്കിൽ ഇല്ലേ. അവരുടെ പേരിൽ അവർ നല്ല നടപടി എടുത്തിട്ടുണ്ടാവും. ഇതേപോലെ മുന്നോട്ടും ഇതേപോലെ അവളെ പറ്റിയിട്ട് ഇങ്ങനെ പല പെണ്ണുങ്ങളും, ഒരു പെണ്ണെന്ന് പറഞ്ഞില്ല, പല പെണ്ണും ആ പെണ്ണിനെ പറ്റിയിട്ട് അപരാധം ഇന്നല്ലെങ്കിൽ നാളെ അള്ളാടെ മുന്നിൽ നിങ്ങൾ അതിന് വൈകിനെ പറയണ്ടാവും. അവൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിലും വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ 10,000 തെറ്റാണ് മറ്റുള്ളവരെ പറ്റിയിട്ട് അസൂയയും കുസുമ്പും പറഞ്ഞ് ഓരോ മെസ്സേജും മറ്റുള്ള ആൾക്കാരെ വീഡിയോസ് പോയിട്ട് നിങ്ങൾ ഇടുന്നത് ഭയങ്കര തെറ്റാണ് ഈ കാട്ടുന്നത് കേട്ടോ. ഇതൊന്നും ഒരിക്കലും നമുക്ക് പാടില്ല. നമ്മൾ എന്തിനും ഒരു ശ്വാസം കഴിഞ്ഞില്ല മക്കളെ കാര്യം അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കുറച്ച് കാലം ദുനിയാവിൻ്റെ മുകളുള്ളൂ. അതിലും നമ്മൾ ജീവിച്ചതിനേക്കാളും കൂടുതൽ നമ്മൾ കബറിൽ പോയിട്ടുള്ള ജീവിതം നമുക്കുണ്ട്. അതൊന്ന് ആലോചിച്ചാൽ മതി. ഈ കണ്ടൻറ്റും വേണ്ടിയിട്ട് പൈസക്കും വേണ്ടിയിട്ട് ആൾക്കാർ പലതും പല രൂപത്തിലും ഓളെ പേരുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടും, നിങ്ങൾക്ക് വല്ല ഉറപ്പും. പൈസ കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള സമാധാനങ്ങൾ പറഞ്ഞേ തീരുള്ളൂ. എന്തായാലും എല്ലാവരും ഇപ്പോൾ യൂട്യൂബിൽ വന്ന് പൈസ ഉണ്ടാക്കണ ഒന്നുമില്ലെങ്കിൽ കുക്കിങ്ങിന് ഓരോരുത്തരും ഓരോ കണ്ടൻറ്റായിട്ട് വരും. പക്ഷേ ഈ കണ്ടൻറ്റ് ഒരിക്കലും ഇത് ശരിയല്ല. ഇതൊരു സാഹസതല്ലാത്തൊരു കണ്ടൻറ്റാണ്. ഒരു പെൺകുട്ടിനെ വെച്ചിട്ട് ഒരിങ്ങനെ വില പേസ. ഓളെ നാത്തൂനും ഓളേക്ക് കൊണ്ടും ഈ ദിവ്യ കെറുബെന്ന് പറഞ്ഞില്ലേ, അതിനൊക്കെ നാളെ അവൾക്ക് പടച്ച റബ്ബ് തിരിച്ചടി നൽകും, ഉറപ്പാണ്. ഇന്ന് ആര് തെറ്റ് ചെയ്താലും അത് ദുനിയാവിൽ തന്നെ അത് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും എല്ലാവരും. പക്ഷേ മറ്റൊരാളെ ഇറച്ചി തിന്നലാണ് ഏറ്റവും വലിയ കുറ്റം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇനിയേലും ഓളെ പാവം വിട്ടേക്ക്. ഓളെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഓൾ മറ്റൊരാളുടെ പണം മേടിച്ച് അവൾ തിന്നിട്ടുമില്ല. അതറിയോ. ഉണ്ടെങ്കിൽ അവൾ 5 മക്കളെ എത്തിയ മക്കളെ പേരും പറഞ്ഞ് ഓരോരുത്തർ ദുആ ചെയ്തിട്ടും നേർച്ചത്താക്കിയിട്ടുള്ളത് കൊടുക്കണതാണ് എത്തിയ മക്കൾക്ക്. അത് കിട്ടിയിട്ടാണ് അവൾ ജീവിച്ചിരുന്നത്. ഓളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇപ്പം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനിയേലും ഓളെ വെറുതെ ഒന്ന് വിട്ടേക്കും നിങ്ങൾ പ്ലീസ്. പാവം ഒരു പെണ്ണാണ് അവൾ നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുന്നിടത്തോളം ഒരു പെണ്ണല്ലേ. ഒരു പെണ്ണിന് സഹിക്കാൻ പാകത്തിലും അതിലപ്പുറം കിട്ടി. അപ്പം അവൾ ഓരോന്നും ഇങ്ങോട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് എൻ്റെ കല്യാണം കഴിഞ്ഞു, ഇതാ എൻ്റെ മഹർ എന്ന് പറഞ്ഞതാണ്. അല്ലാണ്ടുള്ള കല്യാണം ഒരിക്കലും കഴിഞ്ഞിട്ടില്ല മക്കളെ. നിങ്ങളതൊന്ന് വിശ്വസിക്കുക. ഇതിപ്പോൾ മാധ്യമങ്ങളും പിന്നെ ഒരു കാര്യം, ഈ ഇൻ്റർവ്യൂവിൽ ഒരുപാട് ആൾക്കാർ ഈ യൂട്യൂബിൽ പറഞ്ഞത് തന്നെയല്ലേ നമ്മൾ ഈ ഇൻ്റർവ്യൂവിലും പറഞ്ഞ് കേൾക്കണം. പിന്നെ ഈ ഇൻ്റർവ്യൂവിൽ എടുക്കാൻ പോണ ആൾക്കാർ ഈ ചൊഴിഞ്ഞ് ദയവ് ചെയ്തിട്ട് ഇനി ആ ഒരു പെൺകുട്ടിനെ വെറുതെ വിട്ടേക്ക്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഓളെ പറ്റിയിട്ടൊന്ന് നിങ്ങൾ ചെയ്യാതിരിക്കും പ്ലീസ്. അതാണ് ഈ പറയാൻ വരുന്നത്. അപ്പോൾ ഇനി സാജിദ എന്നുള്ള വീഡിയോസ് ഇനി കാണാൻ പാടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ വേറെയുള്ള ആൾക്കാരെ ഇതിൽ പ്രതികരിക്കുക കേട്ടോ. പാവം പെണ്ണാണ്, അവളെ എങ്ങനെയും ജീവിച്ച് പോയിക്കോട്ടെ. 5 എത്തിയമാക്കളുള്ള ഒരു ഉമ്മയല്ലേ ഓള്. ഓള് തെറ്റെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാളെ റബ്ബിൻ്റെ മുന്നിൽ ഓള് അതിന് പറയേണ്ടി വരും. അതിലേക്കും വലിയ പറച്ചിൽ നമ്മളും ഓളെ പറ്റിയിട്ടുള്ള അപരാധങ്ങൾ പറഞ്ഞാൽ അത് നമ്മളും പറയേണ്ടി വരും. അപ്പോൾ അത് വിചാരിച്ച് അവൾ എങ്ങനെയും ജീവിച്ച് പോയിക്കോട്ടെ. 5 മക്കൾക്ക് ഒരു ജന്മം നൽകിയ ഒരു ഉമ്മയാണ് ഓള്. 10-32 വയസ്സ് അവൾക്ക് കല്യാണപ്രായം വരുന്നുള്ളൂ. പിന്നെ അപ്പോൾ അവളൊരു വിധവയായിട്ടിരിക്കണം എന്നുള്ളത് എന്താണ്? ഇപ്പോൾ വേറൊരു കല്യാണം കഴിച്ചാലും അവൾക്ക് എന്താണ് ഒരു പ്രശ്നം വരുന്നത്? അവൾ കല്യാണം കഴിഞ്ഞിട്ടില്ല, സത്യം അതാണ്. അതൊന്ന് മനസ്സിലാക്കുമോ?